അതായത് ജിന്നിനോട് നമ്മൾ സഹായം ചോദിച്ചത് വസീലത്ത് ശിർക്കാന്ന് എന്തുകൊണ്ടാണ്? ജിന്ന് വന്ന് നമുക്ക് ഉത്തരം ചെയ്യും, എന്നിട്ട് നമ്മൾ ശിർക്കിലേക്ക് കൊണ്ടുപോകും. അതായത് ചോദിച്ച നിലവിലുള്ള ചോദ്യം ശിർക്കായിട്ടില്ല, അതിന് ഭാവിയിൽ അവർ ശിർക്കിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അത് നബി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ജനങ്ങൾ ഇതുപോലെ ജിന്നിനോട് സഹായം ചോദിച്ചു, എന്നിട്ട് പിശാച് പ്രത്യക്ഷപ്പെട്ട് അവരെ ശിർക്കിലേക്ക് കൊണ്ടു. ഇങ്ങനെ ഒരു സംഭവത്തിന് തെളിവ് പറയാൻ പറ്റുമോ? അങ്ങനെ വല്ല സംഭവം നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ വേണ്ടി പറ്റുമോ? പിശാചിനോട് ഒരു മനുഷ്യൻ സഹായം തേടി, അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഒരു സഹായം ചെയ്തു കൊടുത്തു. പിന്നെയും അയാൾ ചോദിച്ചു, അപ്പോഴും ഒരു സഹായം ചെയ്തു കൊടുത്തു. ഇങ്ങനെ പടിപടിയായി ഇവൻ അവനെ ശിർക്കിൽ കൊണ്ടെത്തിച്ചു. ഇങ്ങനെയാണോ മനുഷ്യന്മാർ മനസ്സിലാക്കി വെക്കേണ്ടത്? അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം എന്താണ്? വസീലത്ത് ശിർക്ക്. രണ്ടാമത്തെ ചോദ്യം വസീലത്ത് ശിർക്ക്. മൂന്നാമത്തെ ചോദ്യം ശിർക്ക്. മനസ്സിലായോ? രണ്ട് ചോദ്യം ചോദിച്ചപ്പോ സഹായം കിട്ടിയത് കൊണ്ട് ഇവൻ എന്ത് ചെയ്തു? മൂന്നാമത്തത്. അങ്ങനെ എങ്ങനെയാണ് ഇതൊക്കെ മാനദണ്ഡമാക്കി കൊണ്ടുവരുന്നത് മനസ്സിലാവില്ല. എന്ത് ക്രൈറ്റീരിയയാണ് ഉപയോഗിക്കുന്നതിന്? മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? മനുഷ്യനെ പടിപടിയായി പിശാച് ശിർക്കിൽ മനുഷ്യനെ കൊണ്ടുപോയി അബദ്ധത്തിൽ ചാടിക്കുമെന്നുണ്ട്. അത് ശരി തന്നെയാണ്. മനുഷ്യന്മാർ അബദ്ധത്തിൽ ചാടിക്കും. മനുഷ്യനെ പടിപടിയായി പിശാച് ശിർക്കിൽ മനുഷ്യനെ കൊണ്ടുപോയി അബദ്ധത്തിൽ ചാടിക്കുമെന്നുണ്ട്. അത് ശരി തന്നെയാണ്. മനുഷ്യന്മാർ അബദ്ധത്തിൽ ചാടിക്കും. മനുഷ്യനെ പടിപടിയായി പിശാച് ശിർക്കിൽ മനുഷ്യനെ കൊണ്ടുപോയി അബദ്ധത്തിൽ ചാടിക്കുമെന്നുണ്ട്. അത് ശരി തന്നെയാണ്. മനുഷ്യന്മാർ അബദ്ധത്തിൽ ചാടിക്കും. അതേ സമയത്ത് പിശാചിനോട് ആദ്യ സഹായം തേടി, ശിർക്കല്ല, പുറത്തു പോയിട്ടില്ല. രണ്ടാമത് തേടി, പുറത്തു പോയിട്ടില്ല. മൂന്നാമതടി പുറത്തുപോയി. അതിന്റെ 2 പ്രാവശ്യം കൊണ്ട് ഇവനെ എന്ത് ചെയ്തു? അവൻ അവിടെ എത്തിച്ചു. വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാ ഇബാദല്ലാഹി ഈനൂനി എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു, അവനെ സ്വാധീനിക്കുന്നു, അവനെ കീഴ്പ്പെടുത്തുന്നു, എന്നിട്ട് അവനെ ശിർക്കിലേക്ക് നയിക്കുന്നുവെന്ന്. വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാ ഇബാദല്ലാഹി ഈനൂനി എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു, അവനെ സ്വാധീനിക്കുന്നു, അവനെ കീഴ്പ്പെടുത്തുന്നു, എന്നിട്ട് അവനെ ശിർക്കിലേക്ക് നയിക്കുന്നുവെന്ന്. സൗദി അറേബ്യയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട നജിദിലെ പണ്ഡിതന്മാരുടെ റസായിലുകളിൽ അവർ രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാ ഇബാദല്ലാഹി ഈനൂനി എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു, അവനെ സ്വാധീനിക്കുന്നു, അവനെ കീഴ്പ്പെടുത്തുന്നു, എന്നിട്ട് അവനെ ശിർക്കിലേക്ക് നയിക്കുന്നുവെന്ന്.